നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ കുറുപ്പമ്പടി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയിൽ കോൺഗ്രസ് നേതാക്കൾ രാജിവെച്ചു എന്ന വാർത്ത മാധ്യമങ്ങളിലൊക്കെ നിറയുകയാണ്. അതിന്റെ സത്യാവസ്ഥ തേടി നമ്മളിവിടെ വന്നതാണ്. അതായത് ഈ പെരുമ്പാവൂർ നഗരസഭയുടെ പിതാവായിട്ടുള്ള പോൾ പാത്തിക്കൽ അടക്കമുള്ള ആളുകളാണ് ഇവിടെ രാജിവെച്ചിട്ടുള്ളത്. എന്താണ് ഇതിന്റെ ഒരു വാസ്തവം? എന്താണ് ഈ രാജിവെക്കാൻ ഇടയായ സാഹചര്യം? എന്താണ്? സംഘടനാ ചുമതലയിൽ നിന്നാണ് രാജിവെച്ചിരിക്കുന്നത്. ഏറ്റവും ശക്തമായ കോൺഗ്രസിന്റെ പ്രവർത്തകരും വേരോട്ടമുള്ള സ്ഥലമാണ് പെരുമ്പാവൂർ. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായി സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ ശോഷിച്ചും ശുഷ്കമായും പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നിന്നിരുന്നത്. അതില് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർക്ക് എല്ലാം വലിയ നിരാശയും അതിൽ വലിയ പ്രതിഷേധമുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങൾ കൃത്യമായ ഒരു തീരുമാനത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ പുറത്തോ പെരുമ്പാവൂർ ഒരിക്കലും നടക്കാറില്ല. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ ബ്ലോക്ക് കമ്മിറ്റിയും അതുപോലെ കുറുപ്പമ്പടി ബ്ലോക്ക് കമ്മിറ്റിയുടെയും ഭാരവാഹികളുടെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എണ്ണം പെരുമ്പാവൂര് 98 അതുപോലെ തന്നെ കുറുപ്പമ്പടിയില് 86 നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ എണ്ണം വീണ്ടും അധികരിക്കും എന്നാണ്. പുതിയതായിട്ട് ചുമതലയേൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് പുതിയ അനുഭവമായിരിക്കും. അതിലൂടെ നമുക്കും എതിർപ്പില്ല. പക്ഷെ നിരവധി ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ, ഇതിനേക്കാൾ കൂടുതൽ യോഗ്യതയുള്ള ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ ഇത്തരമുള്ള ഒരു കമ്മിറ്റി പ്രഖ്യാപിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ആ കമ്മിറ്റി പ്രഖ്യാപനം എവിടെയെങ്കിലും ചർച്ച ചെയ്തിരുന്നു? നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു ചർച്ച നടന്നതായിട്ട് അറിയില്ല. ഏതെങ്കിലും ബ്ലോക്ക് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയിട്ട് ആ നേതാക്കന്മാർ എടുത്ത ആലോചനയുടെ ഫലമായിട്ടാണോ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി വന്നിരുന്നത് എന്ന് നമുക്ക് അറിയില്ല. അപ്പോ കമ്മിറ്റികളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ആലോചനകൾ നടക്കുന്നില്ല. അതുപോലെ തന്നെ KPCCയുടെ നിർദ്ദേശമുണ്ട്. ഇത്തരം കമ്മിറ്റികളിൽ എത്ര പേരാണ് വരേണ്ടത്, അതിന്റെ ഘടന എങ്ങനെയായിരിക്കണം എന്നുള്ള KPCCയുടെ നിർദ്ദേശമുണ്ട്. ആ KPCCയുടെ നിർദ്ദേശങ്ങൾ ഇവിടെ പാലിച്ചിട്ടില്ല. അത് KPCCയുടെ നിർദ്ദേശം അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് തന്നെ പെരുമ്പാവൂരിന് പ്രത്യേക പരിഗണന എന്തെങ്കിലും നൽകിക്കൊണ്ട് അതിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ അതിന് KPCCയുടെ നിർദ്ദേശം ഉണ്ടാവും, അല്ലെങ്കിൽ DCCയുടെ നിർദ്ദേശം ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു നിർദ്ദേശം വന്നതായിട്ട് നമ്മുടെ അറിവില്ല. അപ്പൊ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് എല്ലാവരും നിരാശരാണ്. കാരണം പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി ഒരു വിഭാഗവും, ത്യാഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടി ഒരു വിഭാഗവും, അതിനുശേഷം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഏതെങ്കിലും ചില നേതാക്കന്മാർ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു രീതി ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഗുണകരമല്ല. പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ച് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണം. അപ്പൊ ഇനി അത്തരം പ്രവർത്തകരുടെ ഒപ്പം നിൽക്കുക എന്നുള്ളത് ഒരു പാർട്ടിയെ സ്നേഹിക്കുന്ന ആളെന്നുള്ള രീതിയിൽ നമ്മുടെ കടമയാണ്. പാർട്ടിയുടെ ഏറ്റവും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഭാരവാഹിത്വം ഇല്ലാത്ത സാധാരണ പ്രവർത്തകരുണ്ട്. അവരാണ് ശരിക്കും പാർട്ടിയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ നേതാക്കന്മാർ ഇപ്പൊ ചെയ്യുന്നത് എന്താ? പെരപ്പുറത്ത് കയറി ഇരുന്നിട്ട് അതിനെ മിനുക്കുക എന്നുള്ള പണിയെ നടത്തും. പക്ഷെ ഇവിടെ നെടുന്തൂണുകളായി പ്രവർത്തിക്കുന്ന കുറെ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരെ പാർട്ടി നേതാക്കന്മാർ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇനി പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരുടെ ഒപ്പം നിന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ ഇനി പാർട്ടിയിലുള്ളത് രാജി സമർപ്പിച്ചിട്ടുണ്ട്, അത് DCCക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ച് തന്നെ KPCCയെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു 3 വർഷം ഈ പെരുമ്പാവൂരിൽ ഒരു സ്വകാര്യ ചാനലിൽ മാധ്യമപ്രവർത്തകനായിട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്തൊക്കെ എനിക്ക് അങ്ങയെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. താങ്കളൊരു ഈ പെരുമ്പാവൂരിന്റെ ഒരു കോൺഗ്രസിന്റെ മുഖം എന്ന് വേണമെങ്കിൽ പറയാം. താങ്കളെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളും വളരെ ഭംഗിയായിട്ട് താങ്കൾ നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അങ്ങയുടെ ഈ രാജി അതിൽ ഞെട്ടിയിരിക്കുന്ന സത്യത്തിൽ പല കോൺഗ്രസ് നേതാക്കൾ കൂടിയാണ്. ഞാൻ പോലും രാവിലെ വിളിച്ചിട്ട് ഇതൊരു ഫേക്ക് ന്യൂസ് ആണോ എന്നാണ് താങ്കളുടെ അടുത്ത് ചോദിച്ചത്. കാരണം കോൺഗ്രസിന്റെ ഒരു കരുത്തനായ നേതാവ് തന്നെയാണ് താങ്കൾ, ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ താങ്കളെ പോലെ ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള ഒരു നേതാവ് ഇങ്ങനെ രാജിവെച്ച് ഒഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ MLA, അതായത് എൽദോസ് കുന്നപ്പള്ളി അടക്കമുള്ള ആളുകൾ അനുനയിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വരേണ്ടതാണ്. അവരങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? ഇവിടെ അനുനയനത്തിന്റെ കാര്യമില്ല. കാരണം ഒരു സംഘടന എങ്ങനെ കൊണ്ടുപോകണം എന്ന് കൃത്യമായി അറിയാവുന്ന ആളുകളാണ് നേതൃത്വം നിൽക്കുന്നത്. പക്ഷെ അവര് നിർഭാഗ്യവശാൽ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ സത്യസന്ധമായ ഇടപെടലല്ല നടത്തുന്നത്. അവിടെ പ്രവർത്തകർക്ക് അംഗീകാരം നൽകണ്ടേ? യൂത്ത് കോൺഗ്രസ് ശക്തമായിട്ട് പ്രവർത്തിച്ച യൂത്ത് കോൺഗ്രസ് ആയിരുന്നു ഇതിനു മുമ്പുള്ളല്ലോ. നമ്മളോ അതിനുശേഷം വന്ന യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ അവരുടെ കഴിവ് തെളിയിക്കുകയും പാർട്ടിയുടെ സംഘടനാ ശക്തി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് നമ്മുടെ കാലാവധിക്ക് ശേഷം 2 നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ വന്നു. ഇപ്പൊ 3ാമത്തെ ആളാണ്. ഈ 2 നിയോജകമണ്ഡലം പ്രസിഡന്റുമാരും അതിനുശേഷം പാർട്ടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിഗണന അവർക്ക് കൊടുത്തിരുന്നോ? എന്തുകൊണ്ടാണ് അങ്ങനെ പരിഗണന കൊടുക്കാതിരുന്നത്?
യുവാക്കൾ പാർട്ടിയിൽ വരണം എന്ന് പാർട്ടി നേതൃതലത്തിൽ തീരുമാനിക്കുകയും പെരുമ്പാവൂരിലുള്ള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള പാർട്ടിയിൽ വേണ്ടി പണിയെടുക്കുന്ന യുവാക്കളെ പൂർണ്ണമായും അവോയ്ഡ് ചെയ്തുകൊണ്ട് അവർക്ക് കൃത്യമായ ഒരു സ്ഥാനം പാർട്ടിയിൽ കൊടുക്കില്ല. ഇപ്പൊ 100-200 പേരടങ്ങുന്ന കമ്മിറ്റിയിലെ ഒരു അംഗമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അർഹമായ സ്ഥാനം ലഭിച്ചില്ലേ എന്നാണ് നേതാക്കന്മാരുടെ ചോദ്യം. അത് അവരെ പോലെയുള്ള പുതിയ തലമുറയിനെ ഒതുക്കപ്പെടുന്നതിന്റെ ഒരു ലക്ഷ്യമാണ്. അപ്പൊ നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാ രീതിയിലുള്ള പുറകോട്ട് പോകലും ചിലപ്പോൾ നമുക്ക് വന്നു നിന്നിരിക്കും. പക്ഷെ ഒരു തിരുത്തൽ പാർട്ടിയിൽ ആവശ്യമാണ്. ഇനിയും അത് ചൂണ്ടിക്കാണിക്കാതെ പോയി കഴിഞ്ഞാൽ ഈ പാർട്ടിയെ വീണ്ടും ദുർബലപ്പെടുത്തും. ഇവിടെ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപമുണ്ട് പെരുമ്പാവൂർ. സംഘടന എന്നുള്ള ഒരു ശക്തി പെരുമ്പാവൂർ ഉണ്ടായിരുന്നു. ആ ശക്തിയെ എടുക്കണമെങ്കിൽ ഇനി സാധാരണ പ്രവർത്തകരായി മാത്രം പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ. 200-300 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയിൽ നിന്ന് ആ കമ്മിറ്റിയിൽ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാനോ തീരുമാനപ്പെടുത്താനോ ഒന്നും സാധിക്കില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യമുണ്ട്. അപ്പൊ ഇനി വേണ്ടത് സംഘടനയെ ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ശക്തരാക്കുക. അപ്പൊ അതിന് സാധാരണ പ്രവർത്തകരുണ്ട്, പാർട്ടിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരുണ്ട്, വീട് കയറുന്നവരുണ്ട്, ഇലക്ഷന് വോട്ട് പിടിക്കുന്നവരുണ്ട്, പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ ഒപ്പം നിന്ന് ഇനി സംഘടനയെ ശക്തമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുൻനിർത്തി സ്ഥാനമാനങ്ങൾ ഒന്നും തന്നെ ആഗ്രഹിക്കുന്നത്. ഈ പൊതുവേ നമുക്കറിയാം ഈ ഒരു മണ്ഡലം അത് കോൺഗ്രസിന്റെ മണ്ഡലമാണ്. എൽദോസ് കുന്നപ്പള്ളിയാണ് MLA. ഒപ്പം ഈ നഗരസഭ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് മുഖം മുനിക്കുകയാണ്. എങ്ങനെയെങ്കിലും പ്രതിപക്ഷത്തു നിന്ന് ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ചില കൂട്ടരാജികളൊക്കെ സംഭവിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പലയിടങ്ങളിലും കാണാറുള്ളത് MLA ഒക്കെ ഇടപെട്ടുകൊണ്ട് അല്ലെങ്കിൽ പല നേതാക്കന്മാരും ഇടപെട്ടുകൊണ്ട് അതൊരു വലിയ വാർത്തയാകാതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നടക്കാറുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും നടക്കുന്നില്ല എന്ന കാര്യം കൂടി പറയുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഇവിടെ പല കാര്യങ്ങൾ നടക്കും, പല ഉദ്ഘാടനങ്ങൾ അടക്കം നടക്കുമ്പോൾ താങ്കളുടെ പേര് പോലും കൊടുക്കുന്നില്ല എന്ന കാര്യം കൂടി ചില മാധ്യമപ്രവർത്തകരിൽ നിന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അതായത് ഇവിടെ അടുത്തൊരു വില്ലേജിൽ ഒരു ഉദ്ഘാടനം നടന്നപ്പോൾ ചെയർമാന്റെ പേര് പോലും വെക്കുന്നില്ല. മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന പരിപാടിയിൽ അതായത് നഗരസഭാ പിതാവിന്റെ പേര് കൊടുക്കാതിരിക്കുന്ന സാഹചര്യം. താങ്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ താങ്കളുടെ നേതൃത്വത്തിനോട് അല്ലെങ്കിൽ MLA-യോടൊക്കെ താങ്കൾ ചോദിച്ചില്ലേ? വളരെ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് പെരുമ്പാവൂരിൽ നിന്ന് അങ്ങ് ഈ പറയുന്നത് പോലെ നഗരസഭാ പിതാവായ ശേഷം കാണാൻ സാധിക്കുന്നത്. അതായത് കരുത്തനായ ഒരു നേതാവിനെ തഴയുന്ന സാഹചര്യം. അല്ല, അത്തരം കാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധ ചെലുത്താറില്ല. പക്ഷെ വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നടന്ന വേളയിൽ മന്ത്രിയുടെ അടുത്ത് തന്നെ ചില അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അവിടെ വന്നപ്പോൾ ഇപ്പോ നമ്മൾ ചിന്തിച്ചറിയാം, ആ വില്ലേജ് ഓഫീസ് ശരിക്കും സിവിൽ സ്റ്റേഷന്റെ മിനി സിവിൽ സ്റ്റേഷൻ 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കുകയാണ്. അവിടേക്ക് സ്ഥാപിക്കാനുള്ള സ്ഥല സൗകര്യങ്ങൾ അവിടെ ലഭ്യമാണ്. അവിടെ സ്ഥല സൗകര്യങ്ങൾ ലഭ്യമാണ് എന്നിരിക്കെ എന്തുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചു എന്നൊരു ചോദ്യം നമ്മൾ മുന്നേ ചോദിച്ചു. അപ്പൊ ഈ ചോദ്യങ്ങൾ ചിലപ്പോ ചില സ്ഥലങ്ങളിൽ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിച്ച് ഉദ്ഘാടനം നടത്തുന്ന വേളയിൽ മാത്രമല്ല, നിർമ്മാണം ആരംഭിക്കുന്ന വേളയിൽ തന്നെ ആ താലൂക്ക് വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം താലൂക്ക് ഓഫീസിനോട് ചേർന്നാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന സാധാരണക്കാർക്ക് ഒരുപാട് പ്രയോജനം ലഭിക്കുമായിരുന്നു. അപ്പൊ അത് അന്നേ ചൂണ്ടിക്കാണിച്ചാണ്. ആ ഒരു പരിഗണനയും അല്ലെങ്കിൽ ഇതുണ്ടായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അത്തരം ചർച്ചകൾ ഇവിടെ നടക്കുന്നില്ല. ഇവിടെ പോരായ്മകൾ നമുക്ക് ഒരുപാട് ഉണ്ടാവാം. പോരായ്മകൾ പരിഹരിക്കാൻ കരുത്തുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ട്. വേണ്ട രീതിയിൽ ചർച്ച നടത്തണ്ടേ? എന്തിനാണ് ചർച്ചയ്ക്ക് വേണ്ടിയുള്ള വേദികൾ ഒരുക്കാത്തത്? പലവട്ടം ആവശ്യപ്പെട്ടു ഇത്തരം കാര്യങ്ങൾ, സംഘടനാപരമായ കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെട്ടു പോകണം. എന്താണ് അത്തരം കാര്യങ്ങളിൽ ചർച്ചയിലേക്ക് പോകേണ്ട എന്ന് പറയേണ്ട ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നില്ല. ആരെങ്കിലും സംരക്ഷിക്കാനാണോ? ആരെങ്കിലും കൂട്ടിച്ചേർക്കാനാണോ? പുതിയതായിട്ട് പാർട്ടിയിലേക്ക് വരുന്നവരെ സ്വാഗതം ചെയ്യുന്നതും അവർക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നതിന് 100% സ്വാഗതം ചെയ്യുന്നു. അപ്പൊ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട്, അവരെ മറക്കുന്നതിനാണ് പ്രതിഷേധം. ഈ പണ്ട് ഈ പറയുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ TH മുസ്തഫയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ നേതൃത്വത്തിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഇപ്പോൾ തങ്കച്ചൻ സാർ ഇപ്പോഴും ഉണ്ട്, അദ്ദേഹത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ സ്വാഭാവികമായിട്ടും ഈ ചർച്ചകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ടോ? അത്തരത്തിലുള്ള ഒരു നേതൃത്വമില്ലാത്തൊരു സാഹചര്യം പെരുമ്പാവൂരിലുണ്ടോ? പാർട്ടിയെ സംബന്ധിച്ച് ഇതിനേക്കാൾ കൂടുതൽ ഗ്രൂപ്പ് ലെവലിൽ തന്നെ ഉള്ള സംഘടനാ പ്രവർത്തനം നടന്ന സ്ഥലമാണ് പെരുമ്പാവൂർ. അപ്പോ അന്ന് നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങൾ, അന്ന് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, അന്ന് ഈ സംഘടനയെ നയിക്കുന്നത് ബഹുമാനപ്പെട്ട മുൻ മന്ത്രി TH മുസ്തഫ സാർ ഉണ്ടായിരുന്നു. അതുപോലെ തങ്കച്ചൻ സാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴത്തെ MP ബെന്നിച്ചേട്ടനുണ്ട്. അത്ര പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഇവരെല്ലാം, അതുപോലെ തന്നെ അസ്നിക, മുൻ ചെയർമാൻ അസ്നിക ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇടപെട്ടുകൊണ്ടിരുന്ന ആളാണ് സലാംക, പഴയ ചെയർമാൻ സലാംക. ഇങ്ങനെ ഒരു വലിയ കരുത്തുറ്റ ഒരു നേതൃനിര ഇവിടെ പെരുമ്പാവൂർ ഉണ്ടായിരുന്നതാണ്. അവര് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാം കൂടി ചേർന്നുകൊണ്ട് കൃത്യമായ ചർച്ചകൾ നടത്തുന്നു. അവിടെ അന്ന് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് അർഹമായ
അംഗീകാരം ലഭിക്കുന്നതും അല്ലെങ്കിൽ അനർഹരായവരെ ഒരിക്കലും ആ നേതൃസ്ഥാനത്തിലേക്ക് വരാതെയും ഉള്ള കാര്യങ്ങൾ അവർ കൂടിയാലോചന നടത്തുകയായിരുന്നു. ഗ്രൂപ്പിന്റെ പ്രശ്നം ശക്തമായി നിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഗ്രൂപ്പിന് അതീതമാണ് പാർട്ടി, ഗ്രൂപ്പിനേക്കാളും വലുതാണ് പാർട്ടി എന്നുള്ള വലിയ കാഴ്ചപ്പാടുള്ള നേതാക്കന്മാരായിരുന്നു വരുമ്പോൾ ആ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സമയത്ത് സംഘടന ഇവിടെ ശക്തമായിരുന്നു. അവിടെ നിന്ന് സംഘടനയെ മൂക്കുകുത്തി വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് സംഘടന വളരെ താഴേക്ക് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ നിലവിൽ നിൽക്കുക. അത് ഇനിയും നമ്മൾ കണ്ടില്ലെന്ന് നടിച്ചാൽ ആളുകളുടെ ഇടയിൽ നിന്ന് സംഘടനയുടെ സ്ഥാനം വളരെ ദൂരത്തേക്ക് മാറ്റപ്പെടും. പുതിയതായിട്ട് യുവാക്കളെ നമുക്ക് ആകർഷിക്കാൻ പറ്റാതെ വരും. അവർക്ക് ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ അഡ്രസ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോ കേവലം നടക്കുന്ന കുറെ പബ്ലിസിറ്റികൾക്ക് വേണ്ടി മാത്രം നടക്കുന്നു. ഒരാളെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളെ ബേസ് ചെയ്ത് അവരുടെ ഒരു പ്രചരണ ഭാഗമായി സംഘടന നിലകൊള്ളണം എന്ന് പറഞ്ഞാൽ സംഘടനയുടെ എന്താ പറയാ, സംഘടനയുടെ ഏറ്റവും താഴ്ചയല്ലേ അതിനെ സൂചിപ്പിക്കാൻ പറ്റും. സംഘടന ദൗർബല്യങ്ങൾ മാത്രമേ അവിടെ സൂചിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വ്യക്തികളല്ല പ്രാധാന്യം, ഇവിടെ സംഘടനയാണ് പ്രാധാന്യം. വ്യക്തികളുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി സംഘടനയെ ദുർബലപ്പെടുത്തുന്ന കാര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായതിന് ശക്തമായി തന്നെ പ്രതിഷേധിക്കും. അത് പാർട്ടിയുടെ ഭാരവാഹിത്വം ഇല്ലെങ്കിലും പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ സാധാരണ പ്രവർത്തകരുടെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കും. ഇത്തരത്തിലുള്ള ഈ തുറന്ന പറച്ചിലുകൾ പലപ്പോഴും നടത്തുമ്പോൾ ഇപ്പോൾ സൈബർ വിങ്ങിൽ നിന്ന് തന്നെ പലപ്പോഴും കണ്ടിട്ടുള്ളത് പല രീതിയിൽ അറ്റാക്കുകൾ നടത്തുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. സ്വന്തം നേതാവാണെന്ന് പോലും നോക്കാതെ അറ്റാക്കുകൾ നടത്തി ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പലരും ഇതിനകത്ത് നടക്കുന്ന ഈ ഐക്യവും ജനാധിപത്യവും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആളുകൾക്കെതിരെയൊക്കെ പല രീതിയിലുള്ള വിമർശനം ഉയർത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പോൾ പാർട്ടിക്കലിനെതിരെയും ഒരു വിഭാഗം ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ താങ്കളുടെ ചില കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് താങ്കൾ ഇതുപോലെ തന്നെ പാർട്ടിക്കെതിരെ പറയുന്നത് എന്ന രീതിയിൽ പറയുന്നത്. സത്യത്തിൽ ഇത് പാർട്ടിക്കെതിരെ അല്ല പറയുന്നതെന്ന് ആ വിഭാഗം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം വിമർശനങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, സംഘടനാ പ്രവർത്തനം കൃത്യമായ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുള്ള ആളാണ്. അതിനെ പാർട്ടി പല ഉത്തരവാദിത്തങ്ങളും പാർട്ടി ലെവലില് എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഏത് ഉത്തരവാദിത്തമാണ് പുറകോട്ട് പോയെന്ന് ചൂണ്ടിക്കാണിക്കണം. വിമർശനത്തിന് അധീനതല്ലോ. അത് പാർട്ടിയിലുള്ള വേദികളിൽ കൃത്യമായി ചർച്ച ചെയ്യാം. ഞാൻ പറയുന്നത് പോൾ പാർട്ടിക്കലെന്നോ അല്ലെങ്കിൽ വേറെ ഒരു നാമധേയമല്ല അവിടെ പ്രശ്നം. അങ്ങനെ എവിടെയെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലോ നന്മയുണ്ടെങ്കിലോ രണ്ടും പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യുന്നില്ല? നമ്മൾ ഉയർത്തുന്ന വാദം അതാണ്. ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇപ്പോഴുണ്ടായ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ ഏതെങ്കിലും പാർട്ടി ഘടകത്തിൽ അത്തരം ചർച്ചകൾ നടന്നോ? അല്ലെങ്കിൽ KPCCയോ DCCയോ അങ്ങനെ ഒരു തിരഞ്ഞെടുക്കാൻ ഉള്ള ഉത്തരവാദിത്വം ആർക്കെങ്കിലും പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ എപ്പോഴെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചർച്ച നടത്തിയിട്ടുണ്ടോ? ഏത് രീതിയിലാണ് ഈ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്? മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര ആളുകൾ തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് ഇതേപോലെ തന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ കുറിച്ച് നമുക്കൊരു വിമർശനമില്ല. പക്ഷെ ഏതെങ്കിലും ആളുകൾ ഇതിനേക്കാൾ കൂടുതലുള്ള ആളുകൾ, കഴിവുള്ള ആളുകൾ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നുണ്ടോ? ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടേ? ചർച്ച ചെയ്തിട്ട് അതില് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ സമവാക്യത്തിലൂടെ തീരുമാനിക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പോഴല്ലേ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നത്. ഇത് സംഘടനയുടെ ശക്തി ഒരിക്കലും വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമല്ല, ഒരുപാട് താഴേക്ക് പോകാനുള്ള സ്ഥിതി ഉണ്ടായിരിക്കാം. താങ്കളുടെ രാജ്യത്തുള്ള നിരവധി ആളുകൾ രാജിവെക്കാനുള്ള സാധ്യത ഉണ്ടാവും, അത് ഉറപ്പാണ് ആ കാര്യം. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? ഈ പറയുന്ന KPCCയുടെ DCCയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകും. ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന ഈ ഒരു മൊത്തം ആളുകൾ അതൃപ്തരാക്കിക്കൊണ്ട് നടത്തിയിരിക്കുന്ന പുനഃസംഘടനയിലൊക്കെ ഒരു പൊളിച്ചുപണി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, കൂടുതൽ ആളുകൾ രാജിവെക്കണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഇത്തരം കാര്യങ്ങളില് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ ചിലത് സാധിക്കും. നമ്മുടെ ശബ്ദം ഒരിക്കലും മൂടപ്പെട്ട് വെക്കേണ്ടതല്ല എന്നുള്ള ബോധ്യം പാർട്ടിക്കില് അക്ഷീണം പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകരെ മനസ്സിലാക്കിയിരിക്കുക. അവർക്ക് അതിനുള്ള ധൈര്യം കൊടുക്കുക. അല്ലാതെ അവര് കേവലം ചില കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് മാത്രം അനുസരിക്കപ്പെട്ട് വിധിക്കപ്പെട്ട് പ്രവർത്തിക്കേണ്ടവരല്ല. അവരുടെ ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാൻ പറ്റണം. ചർച്ച ചെയ്യപ്പെട്ട വേദികൾ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും വ്യക്തിപരമായി എനിക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അതൊരു കുറവായിട്ട് നമ്മൾ കരുതുന്നില്ല. അങ്ങനെയെങ്കിലും പാർട്ടി വീണ്ടും ശക്തമാവണം എന്ന് ആഗ്രഹിക്കുന്നു. പ്രവർത്തകരുടെ ഒപ്പം നിന്നുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും അതിനുവേണ്ടി ശക്തമായ ഇടപെടലുകൾ നടത്തും. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് നിയമസഭാ ഇലക്ഷനാണ്. ഇതിനെയൊക്കെ ഇത് ബാധിക്കാനുള്ള ഒരു സാധ്യത ഒരു പരിധി വരെ ഇല്ലേ? അല്ല, ഈ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുക എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അത്രയും വേറെ ഏത് പാർട്ടീനെ ആളുകൾ സ്നേഹിക്കുന്നു? കോൺഗ്രസിനെ വളരെയധികം സ്നേഹിക്കുകയും നെഞ്ചോട് ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന സാധാരണ ആളുകളുണ്ട്. ആ സാധാരണ ആളുകളിലേക്ക് നമ്മൾ അവതരിപ്പിക്കപ്പെടുന്ന മുഖങ്ങൾ വികൃതമായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും
കൃത്യമായി എത്തേണ്ട കൈകളിലേക്ക് ഇത് എത്തപ്പെടാണ്ടിരുന്നാൽ അകന്നു പോകും. ആ അകൽച്ച വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം തുറന്ന മുഖങ്ങൾ അല്ലെങ്കിൽ പോർമുഖങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ്. വലിയ സന്തോഷം എന്തായാലും ഇത്ര നേരം ഞങ്ങളുമായിട്ട് സംവദിച്ചായിരുന്നു.